ബിഗ് ബോസ് മലയാളം സീസൺ 7 നെവിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. സ്പെഷ്യലി നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ഏറ്റവും അധികം തന്നെ ലാലേട്ടൻ്റെ അടുത്തൊരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ഭയങ്കര അധികം തന്നെ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്ന നെവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും കുറച്ചധികം തന്നെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് വയ്യാതിരിക്കുകയും അല്ലെങ്കിൽ എന്താണ് പറഞ്ഞാൽ ഉറുമ്പ് കടിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുകയും അങ്ങനെ ആകെ മൊത്തം ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് വളരെയധികം തന്നെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ എന്ന് പറയുന്നത്. അതിപ്പം ലാലേട്ടനാണെങ്കിൽ ഇപ്പോൾ നെവിനെ കൊണ്ടൊരു സൂര്യ നമസ്കാരം ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അവിടെയും ഒരു കോമഡി കൊണ്ടുവരാൻ വേണ്ടിയാണ് നെവിൻ പല സമയത്തും ശ്രമിക്കാറുള്ളത്. ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചിരിക്കുന്നതൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഗെയിം വൈസ് നോക്കുവാണെങ്കിൽ അത്ര അധികം തന്നെ മികച്ച രീതിയിൽ തന്നെ നിന്നൊരു ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും നെവിനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടധികം തന്നെ ആൾക്കാരുണ്ട്. അത് കൂടുതലും ജെനുവിനായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് അമിതമായിട്ടുള്ളൊരു PR-ന്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല ആക്ച്വലി നെവിൻ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിപ്പം ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ ആണെങ്കിലും പ്രേക്ഷകരെ ആണെങ്കിലും പുള്ളിക്കാരൻ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചിരി ഫലവത്താകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെവിൻ ഇപ്പോഴാണെങ്കിലും അവിടെ നിന്ന് പോകുന്നത്. കാരണം ഇന്നത്തെ നമുക്കറിയില്ല, എവിക്ഷനിലാണെങ്കിൽ അവസാനം വന്ന് നിൽക്കുന്നത് അക്ബറും അതേപോലെ തന്നെ ലക്ഷ്മിയാണ്. അവിടെ പോലും നെവിൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നെവിൻ ഓൾറെഡി ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സേവ് ആയിട്ടുണ്ട്. സോ നെവിൻ ഈ ഒരു രീതിയിലുള്ള ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ ആക്ച്വലി നമുക്കൊരു ഫൈനൽ 5-ലൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റും കൂടെ ആണ്. പ്രത്യേകിച്ചും പുള്ളിയുടെ കോമഡി തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ലാലേട്ടൻ നെവിനെ മാത്രം ഒരു പാലും തേനൊക്കെ ഒഴിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ കാരണക്കാരൻ നെവിൻ തന്നെയാണ്. കാരണം ലാലേട്ടനോട് മറ്റ് കണ്ടസ്റ്റൻസിനോട് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെവിൻ അവിടെ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കും. അപ്പോൾ എന്താണ് മോനെ നെവിൻ ചോദിക്കുന്ന സമയത്ത് നെവിൻ അവിടെ നിന്ന് എന്തെങ്കിലും കോമഡി പറയും. അപ്പോൾ ലാലേട്ടൻ പൊട്ടിച്ചിരിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പുറത്താകാൻ കൂടുതൽ സാധ്യതയുള്ള ലക്ഷ്മി തന്നെയാണ്. ഇനി അതല്ല, ഇനിയും ആ ഒരു വീട്ടിൽ കയറ്റാത്തതിൻ്റെ സപ്പോർട്ട് ഇനിയും കൊടുത്ത് ലക്ഷ്മിനെ അവിടെ തന്നെ നിർത്താനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അൺഫെയർ തന്നെയുള്ളൂ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റത്തുള്ളൂ.